നമസ്കാരം. ഐസിയു അല്ലെങ്കിൽ തീവ്ര പരിചരണ വിഭാഗം എന്നൊക്കെ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ ഐസിയു അല്ലെങ്കിൽ തീവ്ര പരിചരണ വിഭാഗം എന്ന് പറയുന്നത്? ജീവിതത്തിലെ ചില നിർണായക സന്ദർഭങ്ങളിൽ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും നൂൽപാലത്തിലൂടെ സഞ്ചരിക്കപ്പെടാൻ വിധിക്കപ്പെടും ചില സമയങ്ങളിൽ. അത്തരം സാഹചര്യങ്ങളിൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരിടമാണ് ഐസിയു എന്ന് പറയുന്നത്. മെഡിക്കൽ എക്സ്പെർട്ട്നെസ് പ്ലസ് ടെക്നോളജിയും കൂടെ കൂടിയ ഒരു സംവിധാനമാണ് ഐസിയു. ഞങ്ങൾ റീസെൻ്റ്ലി ഫിനിഷ് ചെയ്ത ഒരു 5 ബെഡഡ് ഐസിയു ഹോസ്പിറ്റലിലേക്ക് നമുക്ക് പോകാം. എന്തൊക്കെയാണ് ഒരു ഐസിയുവിൻ്റെ ഉള്ളിൽ ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഐസിയുവിലെ എസെൻഷ്യൽ ആയിട്ടുള്ള മെഷീനും ഡിവൈസസും വരുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഐസിയു ബെഡ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ വാർഡിൽ ഇരുന്ന ബെഡല്ല ഐസിയുവിൽ നമ്മൾ ഉപയോഗിക്കുക. ഐസിയുവിൽ ഉപയോഗിക്കുന്ന ബെഡിന് മിനിമം ഒരു 5 ഫംഗ്ഷൻ എങ്കിലും ഉണ്ടായിരിക്കണം. ആ 5 ഫംഗ്ഷനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുന്നത്. അതായത് ഹൈ ആൻഡ് ലോ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഇത് പേഷ്യൻറ്റിൻ്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട്, അതായത് പേഷ്യൻറ്റിന് ബെഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങാനൊക്കെ വേണ്ടിയുള്ള കൺവീനിയൻസിന്, പ്ലസ് ചില മെഡിക്കൽ എമർജൻസിയിൽ നമുക്ക് വേണ്ടി വരും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CPR ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഡോക്ടർക്ക് കംഫർട്ടബിൾ ആയിട്ട് നിന്നിട്ട് CPR കൊടുക്കാൻ വേണ്ടി പറ്റാവുന്ന ഹൈറ്റ് ബെഡിന് ഉണ്ടായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ബെഡ് വളരെ സ്റ്റഡി ആയിരിക്കണം. ഇപ്പം ഇങ്ങനെ സാധാരണ ബെഡുകളെ നോക്കിയാൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ജെർക്ക് ചെയ്യുന്ന ബെഡുകൾ ഒരിക്കലും ഉണ്ടാകും. ഈ ബെഡ് എന്ന് പറയുന്നത് വളരെ സ്റ്റഡി ആയിട്ടുള്ള ബെഡാണ്. ഇതിൻ്റെ മുകളിൽ ഒരാൾ കയറി തുള്ളിയാൽ പോലും ഇത് ജെർക്ക് ചെയ്യില്ല. അതാണ് ഈ ബെഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഐസിയു ബെഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ബെഡ്, അതായത് നമ്മൾ CPR കൊടുക്കുന്ന സമയത്ത് ബെഡ് ജെർക്ക് ചെയ്യില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ടെൻഡൻബർഗ് ആൻഡ് റിവേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കട്ടിൽ കാണാൻ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നത്, അതേപോലെ തിരിച്ചും ഇതേപോലെ നമുക്ക് ചിരിച്ച് കിടത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ചില മെഡിക്കൽ എമർജൻസിയിൽ, അതായത് ഇപ്പം നമ്മൾ പ്രഷർ കൂടുതലായിട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രഷർ കുറഞ്ഞു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ബ്ലീഡിങ് ആയിട്ട് വരുന്ന സമയത്തൊക്കെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ഈ കട്ടിൽ ഇതേപോലെ പൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ്. ആ കേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. അതുപോലെ മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത് പേഷ്യൻ്റ് കിടന്നു കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ഭാഗം, തലയുടെ ഭാഗം ഉയർത്തി വരുന്ന ഫംഗ്ഷൻ എന്ന് പറയും. ഇത് ചില ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന പേഷ്യൻറ്റ് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ പൊസിഷൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പേഷ്യൻറ്റിനെ നിവർത്തി ഇരുത്തിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും ഈ ഫെസിലിറ്റീസ് ഉപയോഗിക്കാം. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലെഗ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കാലിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, അത് പേഷ്യൻറ്റിൻ്റെ കംഫർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ചില സമയം എന്തെങ്കിലും ഫ്രാക്ചറൊക്കെ വന്നിട്ട് നമ്മൾ കാലുയർത്തി കിടക്കേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലെഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉപയോഗിക്കാം. ലെഗ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള ഫംഗ്ഷനും കൂടെ ഐസിയു ബെഡിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. ഐസിയു ബെഡിന് അതുപോലെ തന്നെ CPR ഫെസിലിറ്റീസും കൂടെ ഉണ്ടാവണം. കാരണം ഇൻ കേസ് പെട്ടെന്ന് നമുക്ക് CPR കൊടുക്കേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ആ താഴ്ത്താനുള്ള അത്രയും സമയം കിട്ടില്ല. അതേസമയത്ത് ഈ CPR ലിവർ ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പേഷ്യൻ്റ്. ഐസിയുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ മോണിറ്റർ, മൾട്ടി പാരാ മോണിറ്റർ എന്ന് നമ്മൾ പറയും. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതിന് തെളിവായിട്ട് ചില ഫംഗ്ഷനൊക്കെ നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ മോണിറ്റർ. അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് കൃത്യമാണ് എന്നറിയാൻ വേണ്ടിയിട്ട്, നമ്മുടെ ടെമ്പറേച്ചർ കറക്റ്റാണ് എന്നറിയാൻ വേണ്ടിയിട്ട്, നമ്മുടെ BP കറക്റ്റാണ് എന്നറിയാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഓക്സിജൻ സാച്ചുറൈസേഷൻ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ, അത് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി, അല്ലെങ്കിൽ അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൾട്ടി പാരാ മോണിറ്റർ അല്ലെങ്കിൽ പേഷ്യൻ്റ് മോണിറ്റർ എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും 5 പാരാമീറ്ററുള്ള മോണിറ്റേഴ്സ് തന്നെ നിങ്ങൾ ഐസിയുവിൽ ഉപയോഗിക്കണം. ഒന്ന് ECG നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മുടെ SpO2 ഓക്സിജൻ സാച്ചുറേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, നമ്മുടെ BP ബ്ലഡ് പ്രഷർ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, റെസ്പിറേഷൻ അറിയാൻ വേണ്ടിയിട്ട്, ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയിട്ട് ഈ മിനിമം 5 ഫംഗ്ഷനുള്ള മോണിറ്റർ തന്നെ ഐസിയുവിൽ ഉപയോഗിക്കണം.
അതുപോലെ ഐസിയുവിൽ നിർബന്ധമായിട്ടും പേഷ്യൻറ്റിന് ഓക്സിജൻ ആവശ്യമായ പേഷ്യൻറ്റിന് ഓക്സിജൻ കൊടുക്കാൻ ആവശ്യമായ ഓക്സിജൻ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം, സഖ്യ ചെയ്യാൻ ആവശ്യമായുള്ള സക്ഷൻ ഉണ്ടായിരിക്കണം, വെന്റിലേറ്റർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ പൈപ്പ് ഇത് മൊത്തത്തിലൊരു ബെഡ് പാനൽ മൊത്തത്തിലിട്ടിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സാധാരണ ഒരു ബെഡിന് വേണ്ടിയിട്ട് കണക്കായിട്ട് ചെയ്യും, പക്ഷെ അതിന് പകരം നമ്മളിവിടെ മൊത്തത്തിൽ ഈ എൻഡ് തൊട്ട് ആ എൻഡ് വരെ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലേ കൂടെ ഇതിൻ്റെ എല്ലാം പൈപ്പുകൾ പോകുന്നുണ്ട്, ഓക്സിജൻ, എയർ, അതുപോലെ തന്നെ സക്ഷൻ്റെ ഒക്കെ പോകുന്നുണ്ട്. അത് ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ വാളിൽ നിന്ന് ഇത് താഴോട്ട് പൈപ്പ് ഇറക്കിയിട്ട് കാണാം. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ഹൈഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചുമരിൻ്റെ ഉള്ളിൽ കൂടി തന്നെയാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. അത് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ചില ആളുകൾ അതങ്ങനെ ചെയ്യാറില്ല. കാരണം ഇൻ കേസ് എന്തെങ്കിലും ലീക്ക് ഉണ്ടാകും, അത് വൃത്തിയായിട്ട് ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. കാരണം ഓക്സിജൻ്റെ പൈപ്പിൽ ലീക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനും അതുപോലെ റെക്ടിഫൈ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഹൈഡ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത്തരം രീതിയിൽ ഹൈഡ് ചെയ്തിട്ട് ചെയ്യാവൂ. പക്ഷെ ഹൈഡ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഐസിയുവിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഡിവൈസസ് ആണ് സിറിഞ്ച് പമ്പ് ആൻഡ് ഇൻഫ്യൂഷൻ പമ്പ്. സിറിഞ്ച് പമ്പിൻ്റെയും ഇൻഫ്യൂഷൻ പമ്പിൻ്റെയും ഉപയോഗം എന്ന് പറയുന്നത് വളരെ കൃത്യമായ അളവിൽ മെഡിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഫ്ലൂയിഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സിറിഞ്ച് പമ്പും ഇൻഫ്യൂഷൻ പമ്പും ഐസിയുവിൽ എന്തായാലും ഉണ്ടായിരിക്കണം. അതുപോലെ ഐസിയുവിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് നമ്മുടെ ക്രാഷ് കാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ കാണുന്നത് പോലെ എമർജൻസി മെഡിസിനൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു കസ്റ്റമൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രാഷ് കാർട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ ആംബു ബാഗ് കാര്യങ്ങൾ, റെസ്പിറേറ്ററി എന്തെങ്കിലും ആവശ്യമുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. ഡീഫിബ്രിലേറ്റർ നമുക്കിവിടെ സൂക്ഷിക്കാം. IV വേണമെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ CPR കൊടുക്കേണ്ട സമയത്ത് വേണമെങ്കിൽ CPR ബോർഡുണ്ട്. CPR ബോർഡ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയുള്ള വേസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ രീതിയിലുള്ള ഒരു ക്രാഷ് കാർട്ട് എന്തായാലും ഒരു ഐസിയുവിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ABS ബെഡ് സൈഡ് ലോക്കർ എന്ന് നമ്മൾ പറയും. ഇങ്ങനെ ഒരു ബെഡ് സൈഡ് ലോക്കർ നമ്മൾ ഒരു പേഷ്യൻറ്റിൻ്റെ ബെഡിനോട് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് കൺവീനിയൻസ് കിട്ടും. ഇതിനൊരു ട്രേ വരുന്നുണ്ട്. ഈ ട്രേയിൽ അവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അവരുടെ മെഡിസിൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വെക്കാൻ വേണ്ടി പറ്റും. മറ്റ് വേറെ എന്തെങ്കിലും ബിലോങ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അതുപോലെ തന്നെ താഴെ ഷെൽഫ് വരുന്നുണ്ട്. ആ ഷെൽഫ് 2 ഷെൽഫ് വരുന്നുണ്ട്. ആ ഷെൽഫിലും വെക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഇങ്ങനെ ഒരു ബെഡ് സൈഡ് ലോക്കർ കൊടുക്കുകയാണെങ്കിൽ അവരുടെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐസിയു നല്ല നീറ്റായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പേഷ്യൻറ്റിന് ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓവർ ബെഡ് ട്രേ അല്ലെങ്കിൽ ഫുഡ് ടേബിളും കൂടി ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ ഒരു ഓവർ ബെഡ് ടേബിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ഹൈറ്റിനനുസരിച്ച് വളരെ കൺവീനിയൻ്റ് ആയിട്ട് വെച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതും കൂടെ ഐസിയുവിൽ ഉണ്ടാകുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്. ഐസിയുവിൽ ഇതേപോലുള്ള ഒരു സ്ട്രക്ചർ, അറ്റ്ലീസ്റ്റ് ഇത്രയും ഫീച്ചേഴ്സ് ഇല്ല അല്ലെങ്കിൽ ഇത്രയും ഹൈ എൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ വേണമെന്നൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഒരു അപ്പ് ആൻഡ് ഡൗൺ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന ഒരു സ്ട്രക്ചർ നിർബന്ധമായിട്ട് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് പേഷ്യൻറ്റിനെ പ്രോപ്പറായിട്ട് ബെഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും അതുപോലെ ബെഡിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സ്ട്രക്ചറിൻ്റെ ഹൈറ്റ് കൂടുതലാണ്, ബെഡിൻ്റെ ഹൈറ്റ് കുറവാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്ത് സ്ട്രക്ചർ കറക്റ്റായിട്ട് താഴ്ത്തുക. എന്നിട്ട് വേണം നമ്മൾ പേഷ്യൻറ്റിനെ അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബെഡിലേക്ക്. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിനെ ഇങ്ങനെ കിടത്തുന്ന സമയത്ത് ചില സമയം വീണിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റിലോ നമ്മൾ ബാക്ക് ബോണിലൊക്കെ എന്തെങ്കിലും ഫ്രാക്ചർ ആകാൻ പറ്റിയിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത്തരം ഫ്രാക്ചറുകൾ അധികരിക്കാനും ചില സമയം ആ പേഷ്യൻ്റ് ജീവിതകാലം മുഴുവൻ കിടപ്പിലാവാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് സംഭവിക്കാം. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഹൈ ആൻഡ് ലോ ഫെസിലിറ്റീസ് ഉള്ള ഒരു സ്ട്രക്ചർ നിങ്ങൾ നിർബന്ധമായിട്ടും ഐസിയുവിൽ നിന്നും അതുപോലെ ഐസിയുവിൽ നിന്ന് തിരിച്ചും പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഈ സ്ട്രക്ചർ ഇത് ഹൈഡ്രോളിക് സ്ട്രക്ചറാണ്. ഇതിന് അപ്പ് ആൻഡ് ഡൗൺ മാത്രമല്ല മറ്റ് പല ഫെസിലിറ്റീസും ഉണ്ട്. ഇതൊരു എമർജൻസി സ്ട്രക്ചറാണ്. എമർജൻസി കണ്ടീഷനിൽ പേഷ്യൻറ്റിനെ എങ്ങനെ വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാവുന്ന ഒരു സ്ട്രക്ചറാണ് ഇത്. പലരുടെയും സംശയമാണ് ബെഡിൽ കിടക്കുന്ന പേഷ്യൻറ്റിനെ സ്ട്രെച്ചറിലേക്കോ അല്ലെങ്കിൽ സ്ട്രെച്ചറിന്ന് പേഷ്യൻറ്റിനെ ബെഡിലേക്കോ വളരെ കൺവീനിയൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആയാസരഹിതമായിട്ട് എങ്ങനെ കിടത്താം, ഷിഫ്റ്റ് ചെയ്യാമെന്നുള്ളത്.
അതിന് ഏറ്റവും ഉപകരിക്കുന്ന ഒരു സാധനമാണ് ഈ പേഷ്യൻ്റ് ഷിഫ്റ്റർ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ പേഷ്യൻ്റ് സ്ലൈഡർ എന്ന് പറയുന്ന സാധനം. ഇത് ജസ്റ്റ് പേഷ്യൻറ്റിനെ ഒന്ന് ചെരിച്ച് കിടത്തിയിട്ട് പേഷ്യൻറ്റിൻ്റെ സൈഡ് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് പേഷ്യൻ്റ് അങ്ങനെ ഇങ്ങോട്ടേക്ക് തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെച്ചറിലേക്കോ അതുപോലെ സ്ട്രെച്ചറിന് ബെഡിലേക്കോ കിടത്താൻ വേണ്ടി പറ്റും. ഇത് ഇൻസ്ട്രുമെൻറ്റ്സ് ട്രോളിയാണ്, ഇത് ABS ട്രോളിയാണ്. കാരണം പണ്ടൊക്കെ നമ്മൾ സ്റ്റീലിനെ കൊണ്ടാണ് ചെയ്യാറ്, അതിന് പകരം ഇപ്പോൾ ABS വരുന്നതാണ്. ABSനെ കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഒരിക്കലും റെസ്റ്റ് പിടിക്കില്ല, അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് എന്നുള്ളതുണ്ട്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ട്രോളിയായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഡീഫിബ്രിലേറ്റർ ട്രോളിയായിട്ട് ഉപയോഗിക്കാം, ECG ട്രോളിയൊക്കെ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടൻ എന്ന് പറയുന്നത്. ഓരോരോ ബെഡിലും കിടക്കുന്ന പേഷ്യൻറ്റിൻ്റെ പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ പ്രൈവസി കാക്കുന്ന രീതിയിൽ ഓരോരോ ബെഡിലും നിങ്ങൾ കാണാം, നമ്മൾ ക്യൂബിക്കൽ കർട്ടനിട്ട് മറിച്ചിട്ട് കാണാം. അപ്പോൾ കേട്ടൻ നിർബന്ധമാണ്. കേട്ടൻ സെലക്ട് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടൻ നിർബന്ധമായിട്ടും ആൻറ്റി ബാക്ടീരിയൽ ആയിരിക്കണം, അതേപോലെ തന്നെ വാട്ടർ റിപ്പലൻ്റും ആയിരിക്കണം എന്നുള്ള കാര്യം വളരെയധികം ശ്രദ്ധിക്കണം.